മുരുകന്റെ സഹായത്തോടെ കുട്ടിമണിയും മനസ്സുജനും കാട്ടിൽ ഒറ്റപ്പെട്ട വീട്ടിൽ താമസമാകുന്നു. ഇത് വയലോരം വീടാ. എന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ഈ മണ്ണിന് തുല്യവാ. സീതയും നകുലനും വയലോരം വീട്ടിലെത്തുന്നു. കുഞ്ഞിന്റെ തൊട്ടിലും എടുത്ത് തിരികെ പോകുന്ന സീത വയലോരം വീട് നശിക്കുമെന്ന് ശപിക്കുന്നു. ശിവയും സഞ്ജയനും ജയിലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുന്നു. കൂടാതെ ഒറ്റിക്കൊടുക്കാത്ത എന്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ തുടർന്ന് കാണിക്ക് വേണം. നമുക്ക് കുളിച്ച് കുളിച്ച് അങ്ങ് സുന്ദരി പെണ്ണാവാട്ടോ. അങ്ങോട്ട് പോന്നു നമ്മ കുപ്പിച്ചട്ടെ, സുന്ദരിയാക്കട്ടെ. മതികലയുടെ ടീം സ്ട്രോങ് ആവുകയാണെന്ന് സാറ് പറഞ്ഞു. അവൾ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ പിച്ചളെ. അതങ്ങനെ എഴുതി തള്ളേണ്ട കാര്യമല്ല പറഞ്ഞു. കാരണം മണം പിടിച്ച് പുറകെ വരാൻ ഒരുപാട് വേട്ടനായ്ക്കളുണ്ടാവും. ഇനി വേട്ടനായ്ക്കളെ തിരിച്ച് വേട്ടയാടാൻ തുടങ്ങുക പിച്ചളെ. പുലിയുദ്ധം. ഇവിടെ ഈ പുലി ഇറങ്ങുന്ന നാട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചടിക്കും. എനിക്കറിയാം പിച്ചളെ എന്ത് വേണോന്ന്. നിന്നെ ഇന്നത്തിടാവേ. ഇതിനകത്ത് കിടന്ന് അങ്ങനെ നീന്തി പറ്റണം കേട്ടാ. പിന്നെ അമ്മ പോയാലും കൊണ്ടുപോവാ. ആദ്യം അതിനകത്ത് നിനക്ക് പേടിയൊന്നുമില്ലല്ലോ. എനിക്കറിയാം നിനക്ക് പേടിയൊന്നുമില്ലാന്ന്. നീയേ ഈ കുട്ടിമണിയുടെ മോളാ. വെള്ളം തന്നെ ഇപ്പൊ ഇടാലോ നിന്നെ അതിനകത്ത്. അമ്മ മുക്കിയൊക്കെ അച്ചോണ്ട കുഞ്ഞിനെ കുഞ്ഞി വെള്ളം തന്നെ ഉണ്ടോ കരയല്ലേ. കുട്ടിമണി അമ്മേ, അമ്മയുടെ കുഞ്ഞുമണിയെ കുളിപ്പിച്ചാട്ടാ. ഇപ്പൊ കുളിപ്പിച്ചാമേ. മുങ്ങിച്ചോ മുങ്ങിച്ചോ. പോട്ടെ പോട്ടെ മുങ്ങി പോട്ടെ. നീന്തിച്ചോ. അമ്മയെ പൊന്നു പോലെ നീന്തിച്ചോ. കുഞ്ഞാ. പോട്ടെ 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 പോട്ടെ. ബായ്, ഞാൻ പോയി വണ്ടി കിടക്കുന്നിടന്ന് ഫോൺ എടുത്തിട്ട് വരാം. അവരുടെ ഫോണ് രാത്രി ഓരോന്നായിട്ട് വിളിച്ചു നോക്കാം. കോഡ് ഭാഷയിൽ എന്തെങ്കിലും കാണും. അത് നല്ലതാ പിച്ചളെ. നമ്മൾ മുന്നിട്ടിറങ്ങി കുഞ്ഞിനെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ദൈവദോഷ. നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്ക. ബായ് ധൈര്യമായിട്ടിരിക്കും.
നമ്മൾ ഇതുവരെ ജയിച്ചു കയറി വന്നില്ലേ, അപ്പൊ ഇതും നടക്കും. ആ മുങ്ങിച്ചോ മുങ്ങിച്ചോ, എന്നിട്ട് മീന്തിക്കോ. ആ മീണ്ട് മീണ്ട്. ആ മീണ്ട് മീണ്ടി നീ വലിയ മീന്തല് അറിയാവോ അറിയാവോ? ആ മീന്തിച്ചോ. ആ പോട്ടെ പോട്ടെ. ആ ആ അങ്ങനെ ചക്കര കുഞ്ഞാണല്ലോ ചക്കര. എന്നാ പോയിട്ട് വരാം. കാരണം സന്ധ്യയായ പുലി ഇറങ്ങുന്നല്ലേ പറയണത്. പോയിട്ട് വാ, സൂക്ഷിച്ചു പോണം. ഇപ്പൊ ഇടുപ്പിലൊരു പിച്ചാത്തി വെച്ചിട്ടുണ്ട് ബായ്. പുലി വന്നാലും ശത്രു വന്നാലും ഒരു പൂള് പൂളിയിട്ട പിച്ചള പൂവ്. ആ കവലയിലെ കടയിലെ നല്ല ചൂട് പരിപ്പോടെ കാണും, വാങ്ങിച്ചോണ്ട് വരാം. കുട്ടിമണി പെങ്ങളോട് പറയണ്ട, അഥവാ കിട്ടിയില്ലെങ്കിൽ എന്റെ പരിപ്പ് എടുക്കൂ. ആ കുളിച്ചോ കുളിച്ചോ കുളിച്ചോ. ആ നന്നായിട്ട് കുളിച്ചോ. ആ ആ അങ്ങനെ. കുട്ടോ കുട്ടു 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 കുട്ടു. അമേരിക്ക അമ്മ അമ്മ നിനക്ക് പാട്ട് പാടിത്തരാവേ. കുട്ടു കുട്ടു കുട്ടു. മുങ്ങി പൊങ്ങടി കുറ്റപ്പി നീന്തി കളിയടി കുഞ്ഞുമണി. മുങ്ങി പൊങ്ങടി കുറ്റപ്പി നീന്തി കളിയടി കുഞ്ഞുമണി. കുട്ടു ആ കുളിച്ചോ കുളിച്ചോ. ആ കുളിച്ചോ. മുങ്ങി പൊങ്ങിച്ചോ. ആ പിന്നെ മുങ്ങിച്ചോ, പിന്നെയും പൊങ്ങിച്ചോ. ആ പോട്ടെ അങ്ങനെ. അങ്ങട്ടെ. നീ കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കി കൊന്നുകൂടി നീ. ദൈവമേ, മാഷ കുഞ്ഞെവിടെ? എടി കുഞ്ഞെവിടെ? കുഞ്ഞിനെ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞെവിടെന്ന്? കുഞ്ഞിനെ മുറിക്കകത്ത് കണ്ടില്ലല്ലോ. എവിടെയടി? നീ ഒളിപ്പിച്ചു വെച്ചോ? ഇല്ല ഇല്ല. പിന്നെ പറ. ഒരു 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 വല്യമ്മ വന്നു. വല്യമ്മയോ? ഒരു വല്യമ്മ. ഏത് വല്യമ്മയെന്ന് പറയാൻ? എനിക്കറിയില്ല മനുഷ്യ. എന്റെ കുഞ്ഞെവിടെന്ന്? അതൊരു ഒരു വല്യമ്മ വന്നു മനുഷ്യ. മുത്തീന്നാ പേര് വന്ന്. മുത്തി. കുഞ്ഞിനെ ഏക്കാൻ തരുമോ ചോദിച്ചു. ഞാനങ്ങ് കൊത്ത്. നിന്നെ കൊല്ലുവഴിയുന്നു ഞാൻ. കുഞ്ഞിനെ എടുത്ത് കൊടുത്തിട്ട് പാവയെ കളിപ്പിച്ചോണ്ടിരിക്കുന്നോടി. കുഞ്ഞിനെ കിട്ടാത്തപ്പം എന്തൊരു ബഹളമായിരുന്നു. കിട്ടിയപ്പോ അതിനെ കൊല്ലാൻ നോക്കുന്നോ? എന്റെ ഈശ്വര, ഞാൻ എവിടെ പോയി തിരയും എന്റെ കുഞ്ഞിനെ? ഇപ്പൊ കൊണ്ടൊരു മനുഷ്യ. നീ മിണ്ടിപ്പോവരുത്. കുഞ്ഞുമണി മോളെ, ഈശ്വര, കുഞ്ഞുമണി കുഞ്ഞുമണി കുഞ്ഞുമണി. അയ്യോ മോളെ, മോളെ. മോളെ മാറിപ്പോടി. ആരോട് ചോദിച്ചാടി കുഞ്ഞിനെ എടുത്ത് കൊടുത്തത്? അപ്പച്ചമ്മ പോലെ അമ്മൂമ്മയായിരുന്നു. അതാ ഞാൻ കൊന്നത്. എന്നെ കുഞ്ഞാൻ എന്റെ മനുഷ്യ. എനിക്ക് അറിയത്തില്ല. വളർത്താൻ യോഗ്യതയില്ലാത്ത നിനക്ക് കുഞ്ഞ് വേണ്ട. ബുദ്ധിയില്ലാത്ത നീ കുഞ്ഞിനെ വളർത്തണ്ട. പോയി എന്റെ കുഞ്ഞിനെ കൊണ്ട് വാടി. മനുഷ്യ മനുഷ്യനാണ് പറയണ്ട. എനിക്ക് ബുദ്ധിയില്ലാന്ന് മനുഷ്യനെ പറയുക. ഞാൻ മണ്ടി പൊട്ടിയാണെന്നല്ലേ? അതെ, നീ മണ്ടിയാ പൊട്ടിയാ മണ്ടിയാ നീ.
മനുഷ്യന്റെ സ്വസ്ഥത കെടുത്താനായിട്ട് ഓരോരോ കാര്യങ്ങള് ഓരോ ദിവസം കൊണ്ടുണ്ടാക്കി വെച്ചോളും. എന്റെ കുഞ്ഞവിടെ അത് കണ്ടുപിടിക്കേ പോടി. മനുഷ്യൻ എന്നെ മണ്ട പൊട്ടിന്ന് വെച്ചു, എന്നെ പൊട്ടിന്ന് വിളിച്ചു. കുഞ്ഞുമണി ഒന്ന് എടുക്കട്ടേന്ന് ആ വല്യമ്മ ചോദിച്ചപ്പോ നിന്നെ എടുക്കാൻ കൊന്നതാ. ഇപ്പൊ തന്നെ കൊണ്ടുവരാന്നും പറഞ്ഞു. എന്റെ ഈശ്വര, കുഞ്ഞുമണി. മനുഷ്യ, കുഞ്ഞുമണി കരയുന്നു. മനുഷ്യ, മനുഷ്യ, കുഞ്ഞുമണിയുടെ ശബ്ദം, കുഞ്ഞുമണിയുടെ ശബ്ദം. മിണ്ടരുത് നീ. കുഞ്ഞുമണിയുടെ ശബ്ദം. എന്റെ കുഞ്ഞകത്തവിടെ ഉണ്ട്. കുഞ്ഞുമണി, മനുഷ്യ ഇനി എന്നെ വായിക്കുവാനല്ല മനുഷ്യ. മനുഷ്യനോട് ചോദിക്കാതെ ഞാൻ ഇനി ഒന്നും ചെയ്തില്ല മനുഷ്യ. എന്റെ കുഞ്ഞുമണിയെ പെട്ടെന്ന് മനുഷ്യ. മിണ്ടരുത് ഞാൻ പറഞ്ഞു. കുഞ്ഞുമണിയെ പെട്ടെന്ന് കൊണ്ടുവരാൻ. എടി, എത്ര ബുദ്ധിയില്ലെങ്കിലും കാണിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടടി. മനുഷ്യ, മനുഷ്യ, ആ വയ്യമ്മ എന്റെ കുഞ്ഞുമണി. നിങ്ങൾ എന്നെ കുഞ്ഞിനെ മോഷിച്ചു കൊണ്ടുപോകാൻ നോക്കായിരുന്നല്ലേ? മോട്ടിക്കാനോ? ഞാനോ? നിന്റെ കുഞ്ഞിനെയോ? എന്നാ നിന്റെ കുഞ്ഞിനെ. കുഞ്ഞുമണി, മോളെ. മാറി. ഓടി വന്നേക്കുന്നു കുഞ്ഞിനെടുക്കാൻ. അതിനോട് വഴക്കുണ്ടാക്കണ്ട. ഞാൻ ആ കുഞ്ഞിനെ ചോദിച്ചു വാങ്ങിയത്. നിങ്ങൾ ആരാ? ഞാൻ നാട്ടുമുത്തി, അതാണ് എന്റെ പേര്. മനുഷ്യ, കുഞ്ഞുമണി. നീ ഇനി എന്റേത് വാങ്ങിക്കും. എന്താ മോനെ, എന്തിനാ ഇതിനെ വഴക്ക് പറയുന്നത്? ഇതൊരു പാവാ. ഞാനിവിടെ വന്നപ്പോ ഇത് കുഞ്ഞിനെ കുളിപ്പിക്കാൻ തുടങ്ങുമായിരുന്നു. ഞാൻ കുഞ്ഞിന്റെ മേലൊന്ന് തുടച്ചു. അപ്പോഴാ എനിക്ക് തോന്നിയത് കുഞ്ഞിനെ പനിക്കുന്നുണ്ടെന്ന്. ഈ വനത്തില് മുഴുവൻ ഔഷധ ചെടികളാ. ഞാൻ ഇത്തിരി പനിക്കൂർക്കയുടെ നീര് പുരട്ടാനായി അങ്ങോട്ട് കൊണ്ടിറങ്ങിയതാ. ഈ പാവം വേറെ ഒന്നും ചിന്തിക്കാതെ കുഞ്ഞിനെ എന്റെ കൈ തരികയും ചെയ്തു. ഞാൻ പാവല്ലേ, ഞാൻ ഒന്നും ചിന്തിച്ചില്ല. ആ പോട്ടെ, 2-3 അടി എൻ്റെ കിട്ടി. എനിക്ക് അടി കിട്ടിയാലൊന്നും ഒരു സങ്കടവും ഇല്ല. മനുഷ്യൻ മിണ്ടാതെ ഇങ്ങനെ മുഖം ഗുമ്മന്ന് വെച്ചേക്കുന്നതാ എനിക്ക് സങ്കടം. മുഖം ഗുമ്മെന്നൊന്നും വച്ചില്ല. ഇനി വഴക്ക് പറയത്തൂല്ല. പോരെ. നിങ്ങൾ ഏത് നാട്ടുകാരാ മക്കളെ? ഞങ്ങളെ വളലോരം വീട്ടിലെയാ. വളലോരം എവിടത്തെയാ? ഞങ്ങൾ കുറച്ച് ദൂരെന്നാ. ഇവിടെ ഒരു കൂട്ടുകാരനുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം താമസിക്കാനായിട്ട് വന്നതാ. ഓ, അങ്ങനെ. ഒരുപാട് ദൂരത്തു നിന്നും ഇതുപോലൊരു സ്ഥലത്ത് വന്ന് താമസിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കുഴപ്പം കാണുമല്ലോ മക്കളെ. ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. ഞങ്ങൾ ഈ കുഞ്ഞിനെ മോട്ടിച്ചൊന്നുമല്ല. ഞങ്ങളെ പോലീസ് തിരക്കുന്നുമില്ല. പോലീസോ? പോലീസ് നിങ്ങളുമായിട്ട് എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഇവളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവളുടെ ബുദ്ധി എത്രയാണെന്ന് കുഞ്ഞിനെ തന്നുവിട്ടപ്പോ മനസ്സിലായല്ലോ. അല്ല, വല്യമ്മച്ചിയുടെ വീട് എവിടെയാ? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ളതാ. ഈ നാട്ടിലെ കാർന്നോത്തിയാ. അങ്ങനെ നാട്ടുകാരെനിക്കിട്ട പേരാ നാട്ടുമുത്തിന്ന്. വീട്ടിൽ ഇത്തിരി പച്ചക്കറി കൃഷിയുണ്ട്. 10-25 ആടുകളും ഉണ്ട്. 25 ആടോ? അപ്പൊ ഒത്തിരി ആറ്റുംപാല് കാണുമല്ലോ അല്ലേ? ഉണ്ട്, ഞാൻ കൊണ്ട് തരാവേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ ഈ എപ്പോഴേലും ആടിനെ വെറ്റിയാലേ ഇത്തിരി ഇറച്ചിയും കൂടി തരണേ. ഇറച്ചിക്കറി വെച്ച് തിന്നാനാ. പിന്നെ നിന്നെ കണ്ട ഉടനെ ആടിനെ വെട്ടി ഇറച്ചി കൊണ്ടുവരാൻ പോവല്ലേ? പിന്നെ സത്യത്തിൽ എന്തിനാ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്? അല്ല, ഞങ്ങളങ്ങ് നാട്ടിൽ നിന്ന്. മക്കളെ, എന്നോട് എന്തിനാ കള്ളം പറയുന്നത്? എന്തെങ്കിലും കുറ്റം ചെയ്യുന്നവര്, എന്തെങ്കിലും രഹസ്യം ഒളിപ്പിക്കുന്നവര്, നാട്ടുകാരുടെ മുന്നിൽ തലയൊളിപ്പിച്ച് ജീവിക്കുന്നവര്,
അങ്ങനെയുള്ളവരെ ഈ നാട്ടിലേക്ക് വരാറുള്ളൂ. ഈ നാടിനെ പറ്റി നിങ്ങൾക്കെന്തറിയാം? ഇവിടെ വരുന്നവരെ ഒന്നുകിൽ ഈ മണ്ണിൽ തന്നെ തീരും, അല്ലെങ്കിൽ അധിക ദിവസം നിൽക്കാനാവാതെ രക്ഷപ്പെടും. അങ്ങനെയാ ഈ മണ്ണ്. എന്നുവെച്ചാൽ ഒരുപാട് ശവം വീണ മണ്ണായത്. ഒരുപാട് പേര് മരിച്ചിട്ടുള്ള, ആത്മഹത്യ ചെയ്തിട്ടുള്ള സ്ഥലം. രാത്രിയും പകലും ഒരുപോലെ പ്രേതാത്മാക്കൾ അലഞ്ഞ് നടക്കുന്ന ഇടം. ഇവിടെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുത്, ഒറ്റയ്ക്ക് നടക്കരുത്. വഴിയിൽ ചങ്ങാത്തം കൂടാൻ പലരും വരും. അതിലെത്ര പേര് ജീവനുള്ളവരാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പലരും പ്രേതാത്മാക്കളായിരിക്കും. നമ്മളെ കൊണ്ടുപോയി വലിയ കൊക്കയിന്ന് തള്ളിയിടും, അല്ലെങ്കിൽ പുഴയിൽ മുക്കിക്കൊല്ലും, അല്ലെങ്കിൽ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കും. ചുമ്മാ നിക്ക് കൂട്ടു. മതി മതി മുത്തിക്കഥകള്. ഇവിടെ മരണം നടന്നിട്ടുള്ളതാ. നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാര് അത് പറഞ്ഞിട്ടില്ലേ? സൂക്ഷിക്കണം. രാത്രിയിൽ ജനലും വാതിലും എല്ലാം ഭദ്രമായിട്ട് അടച്ചുകൊള്ളണം. ഞാനിപ്പോ വരാം. നമ്മളീ സംസാരിക്കുമ്പോഴും നമ്മൾ അറിയാതെ നമ്മളെ കണ്ടുകൊണ്ട് ഇതിനകത്ത് ആളുകളുണ്ട്. ആത്മാക്കള്, പ്രേതാത്മാക്കള്. നമുക്ക് കണ്ണുകൊണ്ട് കാണാനൊക്കത്തില്ല. ഞാനിപ്പോ വരാം. കുട്ടു, നീ ഇങ്ങനെ പേടിച്ച് വിറക്കിയൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലായല്ലോ. ഇവിടെ നിന്റെ വയലോരം വീട് പോലെ തുള്ളിച്ചാടി നടക്കാൻ പറ്റിയ സ്ഥലമൊന്നും അല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. ഞാനേ ഈ തുള്ളത്തുമില്ല ചാടത്തുമില്ല. മനുഷ്യന്റെ അടുത്ത് അടങ്ങി ഒതുങ്ങിയിരുന്നോളാ. വേണ്ടപ്പോ നിന്നെ എനിക്കൊരു വിശ്വാസം ഇല്ലാതായി വരികയാ കുട്ടു. എന്നാ മനുഷ്യ, ഞാൻ എന്നാ മനുഷ്യനോട് വല്ല കലത്തരവും കാണിച്ചോ? കള്ളം കാണിച്ചില്ല, പക്ഷേ നീ കാണിക്കുന്നത് മൊത്തം മണ്ടത്തരമല്ലേ. ഞാൻ എന്ത് മണ്ടത്തരം കാണിച്ച മനുഷ്യ? ഒന്നും കാണിച്ചില്ലേ? എവിടുന്നോ വന്ന ഒരാൾക്ക് കുഞ്ഞിനെടുത്ത് കൊടുത്തേക്കുന്നു. അവര് പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ പലരും കൂട്ടുകൂടാനും സംസാരിക്കാനും വരുമെന്ന്. അതിൽ പലരും പ്രേതങ്ങളായിരിക്കുമെന്ന്. ദൈവമേ, ഇനി ഇവര് ശരിക്കുള്ള ആള് തന്നെയാണോ അതോ പ്രേതമാണെന്ന് ആർക്കറിയാം? പേടിക്കണ്ട, ഞാൻ പ്രേതമൊന്നുമല്ല, മനുഷ്യ സ്ത്രീ തന്നെയാ. എന്താ ഇത്? ഒരു കയറിന്റെ കഷ്ണമാ. ഇതെന്നാത്തിനാ ഇത്രയും കുഞ്ഞു കയറുകൊണ്ട്? ആരെ കെട്ടാനാ? ആരെ കെട്ടാനല്ല മക്കളെ. ഈ കയറിനൊരു പ്രത്യേകതയുണ്ട്. എന്ത് പ്രത്യേകത? അതെ, ഇവിടെ വനത്തിനകത്ത് ഒരു വനദുർഗയുടെ അമ്പലമുണ്ട്. അമ്പലമൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ അമ്പലം. അവിടെ പ്രേതാത്മാക്കളെ ആവാഹിച്ച് തറയ്ക്കുന്ന ഒരാൽമരമുണ്ട്. ഒരു മരം നിറയെ പ്രേതാത്മാക്കൾ. ആൽമരത്തിൽ ആണിയടിച്ചും ചരടിൽ ആവാഹിച്ചും തളച്ചിട്ടുണ്ട്. ഈ കയർ എന്താണെന്ന് അറിയാവോ? ഇല്ല. ഒരാളെ തൂങ്ങി മരിച്ച കയറായത്. തൂങ്ങി മരിച്ച കയറ് വനദുർഗയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് പതിവ്. അത് പ്രേതാത്മാക്കൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാ
പക്ഷെങ്കിൽ ഒരാള് തൂങ്ങി മരിച്ച കയറിന്റെ തുണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രേതാത്മാക്കൾ വരത്തില്ലെന്നാ വിശ്വാസം. ഈ കയറൊന്നും ഇവിടെ വേണ്ട, അതൊന്നും ശരിയാവില്ല. വേണ്ട വേണ്ട വേണ്ട, കൊണ്ടൊക്കെ കൊണ്ടൊക്കെ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. വേണ്ട വേണ്ട, കൊണ്ടൊക്കെ കൊണ്ടൊക്കെ കൊണ്ടൊക്കെ. അങ്ങനെ പറയണ്ട മക്കളെ, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. ഇതിവിടെ ഇരുന്നോട്ടെ. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവത്തില്ല. നിങ്ങൾ ഈ വീടിന്റെ എവിടെയെങ്കിലും ഇത് വെച്ചാ മതി. ഇതിനെ മറികടന്ന് ഒരാത്മാവ് അകത്തോട്ട് വരത്തില്ല. ഇപ്പൊ രണ്ടുപേർക്കും പേടിയാണോ? നിങ്ങൾ പേടിക്കണ്ട, ഞാനില്ലേ. മോളെ, കുഞ്ഞെവിടെ? ഉറങ്ങിയോ? ഉറങ്ങി ഉറങ്ങി, അകത്ത് കിടത്തിയേക്കുവാ. അത് ഉറങ്ങിക്കോട്ടെ, അതിനെ എടുത്തോണ്ട് നടന്ന് ഉറക്കണ്ടല്ലോ. ഉറങ്ങിക്കോട്ടെ. കുഞ്ഞിനൊരു ചെറിയ പനിക്കോള് കാണുന്നുണ്ട്. ഒരു വെറ്റിലെടുത്ത് ചെറുതായിട്ട് ചൂടാക്കി നെറ്റിയിൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ നീര് തേച്ചു കൊടുക്കണം. ഇവിടുന്ന് ഒരു ആശുപത്രിയിൽ എത്തണമെങ്കിൽ ഒത്തിരി ദൂരം പോണം. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ മരിക്കുന്നത് അങ്ങനെയാ. ഒന്നുകിൽ പനി കൂടി, അല്ലെങ്കിൽ പുലി പിടിച്ച്, അതുമല്ലെങ്കിൽ പാമ്പ് കൊത്തി. എന്ത് സംഭവിച്ചാലും ആശുപത്രി ചെല്ലണമെങ്കിൽ ഒരു ദിവസത്തെ യാത്രയുണ്ട്. അതുകൊണ്ട് അസുഖം വരാതെ സൂക്ഷിക്കണം. വനദുർഗയ്ക്ക് വിളക്ക് വെക്കുന്നത് ഞാനാ. അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ചില വെളിപാടുകളൊക്കെ കിട്ടും. നിങ്ങള് വരുന്നെന്ന് മുരുകൻ പറഞ്ഞായിരുന്നു. അപ്പോ വനദുർഗയ്ക്ക് ഞാൻ വിളക്ക് കത്തിച്ചു. എനിക്ക് വെളിപാടുണ്ടായി. എന്നെ വിളിച്ചപ്പാടാ? നിങ്ങളിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കത്തില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് പിന്നാലെ വരുന്നുണ്ട്. ശബ്ദമില്ലാത്ത പുലിയെ പോലെ പതുങ്ങി പതുങ്ങി ഒരാൾ, ആയുധധാരിയായ ഒരാൾ, ചോരമണക്കുന്ന ആയുധം. അങ്ങനെ ഒരാൾ വരും, നിങ്ങളെ തേടി വരും. സൂക്ഷിക്കണം. ഇതെല്ലാം ഞാൻ അടുങ്ങി പുടുങ്ങി വെച്ചിരിക്കുവായിരുന്നല്ലോ, പിന്നെ എങ്ങനെ താഴെ വീണേ? ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം ഇതിനപ്പുറം സംഭവിക്കും. പാത്രങ്ങൾ തനിയെ വീണതല്ല, എടുത്തെറിഞ്ഞത് തന്നെയാ. ഒരു പക്ഷേ നമ്മള് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ആർക്ക്? ഞാൻ പറഞ്ഞില്ലേ മക്കളെ, നിങ്ങൾ കാണാതെ നിങ്ങളെ ചിലര് കാണുന്നുണ്ടെന്ന്. ഈ വീട്ടിൽ അവര് സ്വൈര്യവിഹാരം നടത്തിയിരുന്നവരാ. അവിടേക്കാ നിങ്ങൾ താമസത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ ബുദ്ധിമുട്ട് വരാതിരിക്കുവോ? ആ ദേഷ്യം കാണിച്ചതാ. കുഞ്ഞിന്റെ അടുത്ത് എപ്പോഴും നിങ്ങൾ കാണണം. ചിലപ്പോൾ കുഞ്ഞിനെ എടുത്തോണ്ട് വരെ പൊയ്ക്കളയും. പേടിപ്പിക്കാനായിട്ട് ഓരോരോ കാര്യങ്ങൾ ചുമ്മാ പേടിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയതൊക്കെ. ഞാൻ പറഞ്ഞതൊക്കെ സത്യവാ. പാത്രങ്ങൾ വലിച്ചെറിയുന്നതും, കട്ടില് വലിച്ചു നിരക്കുന്നതും, കസേര മറിച്ചിടുന്നതും, അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും. എന്താ കുട്ടൂത്? കാണാമറയത്ത് നിൽക്കുന്ന പ്രേതങ്ങൾ കേൾക്കാൻ പറയുക. മനസ്സിന് പ്രേതങ്ങൾ എന്ന് പറഞ്ഞ പുല്ല. എന്നോട് ലൊടുക്ക് നമ്പറുകൾ ഇറക്കാൻ നിൽക്കണ്ട. അങ്ങനെ എന്നെ പേടിപ്പിക്കാൻ ഒരു പ്രേതത്തിനും ആവത്തില്ല. പിന്നെ ആരെയും ഉപദ്രവിക്കാനോ ആത്മാക്കളുടെ സ്വസ്ഥത കെടുത്താനും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സ്വസ്ഥമായിട്ട് ഞങ്ങൾക്കൊന്ന് ജീവിക്കാനാ. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഞങ്ങൾക്കൊന്ന് കാവൽ നിൽക്കും. ഞങ്ങളത് രക്ഷപ്പെടുത്തും. അത് കൊള്ളാം, മക്കളുടെ ബുദ്ധി കൊള്ളാം. പ്രേതങ്ങളെ തന്നെ മക്കളെ കൂട്ടുപിടിച്ചു.
കാവൽക്കാരാക്കുന്നു. പിന്നല്ലാതെ ഒരു കണക്കിന് നോക്കിയാ മനുഷ്യരെക്കാൾ കൂടുതൽ വിശ്വസിക്കാവുന്നത് പ്രേതങ്ങളെ തന്നെയാ. അയ്യോ, പ്രേതം. പ്രേതോ? അല്ല, പിത്തല പിത്തല പിത്തല. ഇതാരാ ബായ് പുതിയ അവതാരം? നീ ഏതാണോ കൊച്ചനെ? ഞാൻ ഇവരുടെ കൂടെ വന്നതാ. എന്താ വല്യമ്മച്ചിയുടെ പേര്? നാട്ടുമുത്തി എന്ന് പറയും. ഓ, ഇവിടുന്ന് കിട്ടിയ കൂട്ടാ പിച്ചളെ. കുഞ്ഞിനെ കുട്ടിമണി എടുത്ത് നാട്ടുമുത്തിയുടെ കയ്യിൽ കളിക്കാൻ കൊടുത്ത് വിട്ടേക്കുമായിരുന്നു. മനുഷ്യ, പിന്നെ പിന്നെ എന്നെ കൂറ്റപ്പെടുത്തല്ലോ, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, ആ, ഉള്ള കാര്യം പറഞ്ഞതല്ലേ ഉള്ളൂ. പിച്ചളെ, ആ, ഈ വീടിനകത്ത് മൊത്തം പ്രേതങ്ങളാണെന്നാ മുത്തി പറയുന്നത്. ആ, ആ, ആരോ തൂങ്ങി മരിച്ച ഒരു കയറിന്റെ കഷ്ണം കൊണ്ട് തരികയും ചെയ്തു. ഇത് വച്ചാ പ്രേതശല്യം വരത്തില്ല എന്ന്. ആ, അത് ഞാനും കേട്ടിട്ടുണ്ട് ബായ്. ഈ ആരാചാരന്മാര് തൂക്കിക്കൊല്ലണ കയറിന് വലിയ ഡിമാൻഡാണെന്നാ കേട്ടത്. ഒരു തുണ്ടിന് 400-500 രൂപയാണെന്നാ പറയുന്നു. വീട്ടിൽ വെക്കാനായിട്ട്, പ്രേതം വരാതിരിക്കാൻ. അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ പിച്ചളയ്ക്ക് ഉണ്ടല്ലേ? വിശ്വാസം എപ്പോഴും അന്ധമായിട്ടുള്ളതല്ലേ ബായ്. ആ ഒരു കയറിന്റെ കഷ്ണം ഇവിടെ ഇരുന്നോട്ടെ മക്കളെ. അത് വന്നതിന് ശേഷമാ പ്രേതാത്മാക്കൾ കളി തുടങ്ങി പാത്രങ്ങൾ എടുത്തെറിഞ്ഞത്. ആ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാളും കുഴപ്പക്കാരൊന്നും അല്ല പ്രേതങ്ങൾ. പ്രേതങ്ങളൊക്കെ പ്രേതങ്ങളുടെ പാടിന് പോട്ടെ. കുട്ടിമണിപ്പങ്ങളെ, ഇതാ ചൂട് പരിപ്പ് കട. ഒന്ന് വല്യമ്മച്ചയ്ക്കും കൊടുക്കും. കൊയ്ക്കാവേ. ഒരെണ്ണേ തരൂ, ഇനി ചോദിച്ചല്ലേ. പിന്നെ സൂക്ഷിച്ച് തിന്നോണം, പല്ലൊന്നും പോവാതെ. മോള് കുഞ്ഞിന്റെ അടുത്ത് പോയിരുന്നു. പച്ചക്കറിയൊക്കെ ഞാൻ അരിഞ്ഞു തരാം. അതൊന്നും വേണ്ട. അതിലൊന്നും കാര്യമില്ല മക്കളെ. ഞാൻ വീട്ടിൽ ചെന്നാൽ തനിയെ ഇരിക്കണ്ടേ. ഇവിടെ ആകുമ്പോ വർത്താനം പറഞ്ഞിരിക്കാവല്ലോ. ജോലി ചെയ്തെന്ന് കരുതി എനിക്ക് കൂലിയൊന്നും തരണ്ട കേട്ടോ. ഇതുപോലെ പരിപ്പ് വടയോ ഇത്തിരി അന്നമൊക്കെ തന്നാ മതി. അത് നല്ലതാ ബായ്. ഒരു കൂട്ടാവൂല്ലോ കുട്ടിമണിക്ക്. പിന്നെ അല്ലാതെ. ഞാൻ വീണ്ടും പറയാ മക്കളെ, സൂക്ഷിച്ച് വേണം ഇവിടെ ജീവിക്കാൻ. ഏതു നിമിഷം അപകടം വരാം. എനിക്ക് കിട്ടിയ വെളിപാട് ഞാൻ പറഞ്ഞല്ലോ. കാറ്റിന് പോലും ചോര മണമുണ്ട്. ഇതിനകത്ത് മുഴുവൻ ചാവ് മണമുണ്ട്. കണ്ടോ കണ്ടോ, ആയുധം, ചോര. ഞാൻ പറയുന്നത് തെറ്റാറില്ല. പിച്ചളെ, ആ മുത്തി പറഞ്ഞു കേട്ടിട്ട് ഒരു പേടിയുണ്ട് ഉള്ളില്. എന്തോ ഒരു ശാപം കിട്ടിയ സ്ഥലം പോലെ ഇത്. എന്ത് ശാപം ബായ്. ലോകത്തിലുള്ള ഏത് മണ്ണിലാ ചോര വീഴാത്തത്? ഏത് മണ്ണിലാ കണ്ണീര് വീഴാത്തത്? വിയർപ്പ് വീണ് കുതിർന്ന എല്ലാ മണ്ണിലും ചോരയും കണ്ണീരും വീണിട്ടുണ്ട്. ചിലതെല്ലാം അങ്ങനെ കിടക്കും. അതിനെ നമ്മൾ ശാപമെന്നും ബാധയെന്നും ഒക്കെ പറയും. ഈ പറഞ്ഞ വാദവും പൂതവും പിശാചല്ലേ നമ്മുടെ വലയോര വീടിന്റെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ വലയോര വീടിന്റെ അപ്പുറത്തെ മാരങ്കാളില്ലേ, അവിടെ ഉണ്ടായിരുന്നേ. പിന്നെ നിന്റെ നാട്ടിലില്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആ, അവിടെ എല്ലാം ഉണ്ട്. പ്രേതമുണ്ട്, ബാധുണ്ട്, പിശാചുണ്ട്. എന്റെ വലയോര വീടിന്റെ കളിയൊക്കെ കുട്ടിനെ പറഞ്ഞേക്കാം. എന്റെ ബായി, ഇത്രയും ധൈര്യമുള്ള കുട്ടിമണി ഇവിടെ ഉള്ളപ്പോ ബായിക്ക് എന്തിനാ പേടി? ഞാൻ ഭയങ്കര ബുദ്ധിമതി, പിന്നെ ഭയങ്കര ശക്തിശാലിയാന്ന് അറിയത്തില്ലേ? എന്തെന്ന്? ഓ, ശക്തിശാലി. ശക്തിശാലി. അങ്ങനെ പറയാം. കുഞ്ഞുറങ്ങിയോ? നീ ഇവിടെ വന്നിങ്ങനെ ലാത്തി അടിച്ചോണ്ട് നിൽക്കുന്നത് കണ്ട് ചോദിച്ചതാ. ഓ, കുഞ്ഞുമണിയെ ഉറക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കറിയാം കാര്യങ്ങളൊക്കെ, മനസ്സിലായോ? കൂടുതൽ പഠിപ്പിച്ചെനിക്കല്ലേ. ഓ, അല്ല പിച്ചളെ, എന്താ ഭാവി പരിപാടി? നാളെ ഇവിടെ മുഴുവൻ ചുറ്റി നടന്നൊന്ന് കാണണം ബായി. നമുക്ക് ഊടുവഴികളൊക്കെ കണ്ടുവെക്കണം. പെട്ടെന്നൊരു പാലായനം വേണ്ടി വന്നാ ദിക്കറിയാതെ പകച്ചു നിൽക്കാൻ പാടില്ല. എല്ലാത്തിനും ഒരു കരുതൽ വേണം പിച്ചളെ.
ഞാനല്ലേ നിങ്ങളുടെ കാവൽക്കാരൻ. അതിലും വലിയ കരുതൽ എന്തു വേണം ബായി? പിച്ചള ഇവിടെ ഉള്ളപ്പം നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഉരുകിത്തീരാനുള്ളതാ എന്റെ ജീവിതമെങ്കിൽ അതങ്ങനെ തീരട്ടെ ബായി. ഇവിടെ നമ്മളെ പിന്തുടർന്ന് ആര് വരാനാ പിച്ചളെ? മതികലയുടെ ഗുണ്ടകളോ? അത്ര പെട്ടെന്ന് ഇവിടെ വരാൻ അവർക്ക് പറ്റത്തില്ല. വന്നാലോ? നമ്മൾ രണ്ടുപേർ മാത്രമല്ലല്ലോ, കുട്ടിമണിയെയും കുഞ്ഞിനെയും രക്ഷിക്കണ്ട. ആ, നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെയും കൂടെ അങ്ങ് രക്ഷിച്ചോനെ. ഞാൻ ഈ ഇടിച്ചു എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ പിടിച്ച് കെട്ടിക്കൊണ്ട് തന്നെ ഞാൻ ഇടിച്ചു. അത്രയല്ല. എലിയെ കൊല്ലാൻ എലിയെ പിടിച്ചു കെട്ടിക്കൊണ്ടോന്ന് വായിൽ വിഷം ഒഴിച്ചു കൊടുക്കണമെന്ന് പറയണ പോലെ കുട്ടിമണിയുടെ പറച്ചില്. പിന്നെ ഇവിടെ പേടിക്കണ്ട, മുരുകന്റെ കീഴിൽ ഒരു സൈന്യം തന്നെ ഉണ്ട് ഇവിടെ. കഞ്ചാവ് കൃഷിക്കാരൊക്കെയാ, എന്നാലും മനുഷ്യത്തുള്ളവരാ. നമുക്കൊരാപത്ത് വന്നു എന്ന് പറഞ്ഞാൽ അവരെ ഓടി വരും. ആരുമില്ലാത്ത നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് മുരുകൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പകല് കൂട്ടിന് ആ മുത്യമ്മ ഇരിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം ലൊട്ടുലൊടുക്ക് മരുന്നൊക്കെ അവർക്ക് അറിയാം. അവരൊരു അരവെട്ട് കേസാണെന്നാ എനിക്ക് തോന്നുന്നത്. അവരുടെ പ്രവചനവും ഭൂതപ്രേതങ്ങളെ ആവാഹിക്കലും വനദുർഗയ്ക്ക് വിളക്ക് വെക്കലും അതൊക്കെ നടക്കട്ടെ ബായി. നമ്മളെ സഹായിക്കാനായി ദൈവം ഓരോരുത്തരെയായി വിടുന്നതായിരിക്കും ബായി. ദൈവത്തിനൊരിക്കലും ദൈവത്തിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരാനാവില്ല. ഓ, വന്നെങ്കിൽ നല്ലോണം ഒന്ന് കാണായിരുന്നു. കിരീടമൊക്കെ വെച്ച് സ്വർണ്ണമാലയൊക്കെ ഇട്ട് പറ്റോടിത്തിങ്ങി വന്നേനെ. അങ്ങനെ വരത്തില്ല കുട്ടിമണിപ്പങ്ങളെ. ദൈവത്തിന്റെ രൂപങ്ങളൊക്കെ വരച്ചു വെക്കുന്ന ഭാവനകളാ. ദൈവം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളായിരിക്കും. മുടി കോതി ഒതുക്കാത്ത ചെരുപ്പിടാത്ത ഒരാളായിരിക്കും. അല്ലാതെ സ്വർണം പൂശിയ ശ്രീകോവിലിനുള്ളിലും മാർബിളിൽ തീർത്ത മണിമാളികയിലും ഇരുന്നിട്ട് ആളുകളെ നിയന്ത്രിക്കുന്ന ഭരണാധികാരി അല്ല ദൈവം. നേദിക്കുന്ന പാലും പഴവും മാത്രം കഴിക്കുന്ന ആളും അല്ല ദൈവം. ദൈവം നമ്മുടെ മുന്നിലൂടെ നടക്കുന്ന ഒരു ഭിക്ഷക്കാരനായിരിക്കും. മൊടന്തനായിട്ടായിരിക്കും, പ്രാന്തനായിട്ടായിരിക്കും, ബുദ്ധിയില്ലാത്തവനായിട്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ദൈവം ഇഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിച്ചിരിക്കും. അതിന്റെ ആദ്യത്തെ കണ്ണിയായിരിക്കും നാട്ടുമുത്തശ്ശി. ആയാ മതിയായിരുന്നു പിച്ചളെ. ഇനി ഓടാൻ സ്ഥലമില്ല. ഓടി ഓടി തളർന്നവന്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ മാർഗം: കീഴടങ്ങുക, അല്ലെങ്കിൽ പൊരുതി മരിക്കുക. എന്തായാലും കീഴടങ്ങാൻ നമ്മളില്ല ബായ്. നമുക്ക് പൊരുതി മരിക്കുക, അല്ലല്ല പൊരുതി ജയിക്കുക. നാക്കിനുള്ളിൽ അറിയാതെ എന്തോ ഇന്നത്തെ രാത്രി മൊത്തത്തിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതൊക്കെ നമ്മളൊരു പുറംനാട്ടിൽ വന്ന് താമസിക്കുന്നതല്ലേ ബായ്, അതിന്റെയാ. അതല്ല പിച്ചളെ, എന്തോ ഒരാപത്ത് വരാൻ പോകുന്ന പോലൊരു തോന്നൽ. എനിക്ക് പേടി വരുന്നുണ്ട് മനുഷ്യ. എനിക്ക് പുറത്തോട്ടൊക്കെ നോക്കുമ്പോ മൊത്തത്തിൽ അങ്ങ് കറുകറാന്നിരിക്കുന്നു. കേട്ടോ, പോയി കിടന്നു. കുഞ്ഞുമണി മാത്രമല്ലേ ഉള്ളൂ. ബായും പോയി കിടന്നോ. ഞാനിവിടെ ഹാളിൽ തന്നെ കിടന്നോളാം, അല്ലെങ്കിൽ വരാന്തയിൽ കാണും. വരാന്തി കിടക്കണ്ട, പുലി ഇറങ്ങുന്ന നാടാണെന്നല്ലേ പറഞ്ഞത്. ഇവിടെ വേറെ ഇഷ്ടം പോലെ മുറികളുണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്നിൽ കിടന്നൂടെ? എനിക്ക് മുറിയിലൊന്നും കിടന്ന ഉറക്കം വരത്തില്ല ബായ്. അമ്പലത്തിന്റെ നടപ്പന്തലിൽ കിടന്നുറങ്ങി ശീലിച്ചവന് അടച്ചുറപ്പുള്ള മുറിയിൽ കിടന്ന എങ്ങനെ ഉറക്കം വരാനാ ബായ്? ഞാൻ അവിടെ കിടന്നോളാം. ബായ് പോയിക്കോ. പിച്ചളെ പോയിക്കോ. ടാറ്റാ. മനുഷ്യന് പേടിയുണ്ടെങ്കിൽ എന്റെ കൂടെ അങ്ങ് ഇരുന്നു. കുഞ്ഞുമണി നല്ല ഉറക്കത്തില.
വീട് ഞാൻ കണ്ടുപിടിച്ചടാ. ജയിലിൽ ചാടാമെങ്കിൽ ഇവിടം കണ്ടുപിടിക്കാനാണോ പാട്? എല്ലാത്തിനെയും കത്തിയിൽ കോർത്തിട്ടേ ശിവ വരൂ. കുട്ടിമണിയെയും കൊണ്ടുവരും, കുഞ്ഞിനെയും കൊണ്ടുവരും. നീ പേടിക്കണ്ടടാ, ഞാനല്ലേ പറയുന്നത്. ഇതാരത്? മുരുകനാണോടാ? ഇതാരത്? നീ എന്താടാ, ഞാൻ വരത്തില്ലെന്ന് കരുതിയോ? ഞാൻ ജയിൽ ചാടിയടാ. ഞാൻ വന്നു. എന്തിനാണെന്നോ? നിന്നെയൊക്കെ തീർക്കാൻ. ശിവ ഇതാണടാ, കണക്കുകൾ പെട്ടെന്ന് തീർക്കും, ഒന്നും ബാക്കി വെക്കാറില്ല. പലിശ സഹിതം തീർക്കുന്നതാ എനിക്കും കൂടുതൽ ഇഷ്ടം. പിച്ചളക്ക് വയ്യാതങ്ങനെ ആയോ എന്തോ? എടാ നീ എന്താടാ നീ കരുതിയത്? ഞാൻ ആയുഷ്കാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നോ? അവിടെ കിടന്ന് ആയുഷ്കാലം മുഴുവൻ നരകിച്ച് മരിക്കുമെന്നോ? അതോ സർക്കാരിന്റെ ഒരു മുഴം കയറിൽ കിടന്ന് തൂങ്ങി ആടുമെന്നോ? ശിവയ്ക്കൊന്നും സംഭവിക്കില്ല. ഞാൻ ജയിലിൽ ചാടി, ക്ലീൻ ആയിട്ട് ചാടി. ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ തീർക്കാൻ, ഇവളുടെ മുന്നിലിട്ട്. പിന്നെ ആദ്യം ഞാൻ വന്ന് കണ്ട പെണ്ണല്ലേ അവള്. ഇവളെയും കൊണ്ട് ഞാനങ്ങ് പോവാ. ഇനി ഇവൾ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചോളൂ. പിന്നെ നിന്റെ കുഞ്ഞിന്റെ കാര്യം അത് ബാലം വളർത്തിക്കൊള്ളും. അതല്ലെങ്കിൽ ഏതെങ്കിലും പിച്ചക്കാരന് വിൽക്കും. എടാ മനസ്സിലാ, ഞാൻ നിന്റെ കുട്ടിമണിയെ കൊല്ലാൻ പോവാ. ശിവ, അവളെയൊന്നും ചെയ്യരുത്. ഇവളോട് നിനക്കത്രയ്ക്ക് സ്നേഹമാണോടാ? ശിവ വേണ്ട, പ്ലീസ്, കുട്ടിമണിയെ വിട്ടേക്ക്. എന്നാ ഞാൻ ആ കുഞ്ഞിനെ കൊല്ലട്ടാടാ. എന്നാ ആ കുഞ്ഞു തല ഞാനങ്ങ് മുറിച്ചെടുക്കട്ടാടാ, ഒരു പൂവ് നുള്ളുന്ന പോലെ. ശിവ, ഇവരൊന്നും ചെയ്യരുത്. പുറത്ത് കള്ളം കൂട്ടുകാരനെ ഞാൻ തീർത്തിട്ടുണ്ടടാ. നിനക്ക് ഞാനൊരു ഓപ്ഷൻ തരാം. ഒന്നുമില്ലെങ്കിലും കൈപിടിച്ച് നടന്നവരല്ലടാ നമ്മള്. ഇവരെ ഞാൻ കൊല്ലത്തില്ല. പകരം എനിക്ക് നിന്റെ ജീവൻ വേണം. ഞാൻ നിന്നെ കൊന്നിട്ടടാ കൂട്ടുകാരാ. നീ എന്നെ കൊന്നോ? ഇവരെ ഒന്നും ചെയ്യരുത്. ഇതാണ് ഭാര്യയോടും കുഞ്ഞിനോടും ഭർത്താവിനുള്ള ആത്മാർത്ഥ സ്നേഹം. എല്ലാ പുരുഷന്മാരും കണ്ടു പഠിക്കണം. അയ്യോ കുട്ടു, ശിവ വേണ്ട. ശിവ എടാ, കുട്ടു, കുട്ടു, എന്തു പറ്റി? എന്തു പറ്റിന്ന് പറ.
എന്ത് പറ്റി കുട്ടിമണി? എന്താ? കണ്ടുപൂച്ച കണ്ടുപൂച്ച പോയാ പോയാ ഇവിടെ കണ്ടം പൂച്ച വന്നില്ല, ഒരു കുന്തോ വന്നില്ല. അല്ല 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 മനുഷ്യ, ഞാൻ ശൊപ്പം കണ്ടു, ശൊപ്പം കണ്ടും പൂച്ച തത്ത കുത്തി നിറങ്ങിന്ന്. എന്നിട്ട് ഇവിടെ വന്ന് പിത്തലെ മനുഷ്യനെ കൊണ്ട്. ബായി, എന്താ പിച്ചളെ? ഞാനും ഇതേ സ്വപ്നം കണ്ടു ബായ്. ഉറങ്ങിക്കിടന്ന എന്നെ ശിവ വന്ന് കുത്തുന്നെന്ന്, ബായിയെ കുത്തുന്നെന്ന്. ഞാനും കണ്ടു. അത് ശൊപ്പം കണ്ടാണോ അതോ കണ്ടും പൂച്ച വന്നോ? നിങ്ങൾ രണ്ടും ഒരേ സ്വപ്നം കണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, ശിവ പണി തുടങ്ങിയെന്ന്. അയ്യോ ഞാനിപ്പോ ചാവേ. അയ്യോ അയ്യോ ഞാനിപ്പോ ചാവും. എന്തു പറ്റി? ഞാനിപ്പോ ചാവും. എന്റെ നെഞ്ചു പൊട്ടുന്നു. എന്നെ ആശുപത്രി കൊണ്ടോ, എന്നെ ആശുപത്രി കൊണ്ടോ. ഞാനിപ്പോ ചാവേ, ഞാനിപ്പോ ചാവേ, ഞാനിപ്പോ ചാവേ. അയ്യോ സാറേ, സാറേ ഒന്ന് ഓടി വരണേ സാറേ, സാറേ അയ്യോ സാറേ, സാറേ ഓടി വരണേ. എന്നെ ആശുപത്രി കൊണ്ടോ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്നെ ആശുപത്രി കൊണ്ടോ. ഒന്ന് ഓടി വരണേ, വേഗം വരണേ. എന്താടാ സാറേ, ശിവയ്ക്ക് നെഞ്ചുവേദന, കിടന്ന് പൊളയുന്ന കണ്ടില്ലേ? ഞാനിപ്പോ ചാവേ. അയ്യോ അയ്യോ ഞാനിപ്പോ ചാവേ. ഒന്ന് വേഗം. കൊണ്ടോ ആശുപത്രി. എന്താടാ, എന്തു പറ്റി? ഞാനിപ്പോ ചത്തു സാറേ. ജോസ് കിട്ടുന്നില്ല. അയ്യോ അയ്യോ. നിന്റെ വിളച്ചിലെങ്ങാനാണോടാ ഇത്? സാറേ എനിക്ക് വയ്യ, സത്യമായിട്ട് വയ്യ. എന്നെ രക്ഷിക്കണം പ്ലീസ്. ഞാനിപ്പോ ചത്തു സാറേ. എന്നെ ആശുപത്രി കൊണ്ടോ. സാറേ ഇങ്ങനെ നോക്കി നിൽക്കാതെ വയ്യാത്ത ആളിനെ ആശുപത്രി കൊണ്ടുപോകും സാറേ. ഇയാള് ഇതിനകത്ത് കിടന്ന് മരിച്ചാൽ നിങ്ങളും ഞങ്ങൾ എല്ലാവരും സമാധാനം പറയേണ്ടി വരും. മാത്യു, നീ പോയി സൂപ്രണ്ട് സാറിനെ വിളിച്ച് വിവരം പറ. ശരി. കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കടാ. സാറേ സാറേ ഞാനിപ്പോ ചാവും സാറേ. ശരിക്കും അസുഖമാണോ അതോ നിന്റെ നമ്പർ വല്ലതും ആണോ? സാറേ ചാവ് കിടക്കുന്ന ആളോട് ഇങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി നോക്കിക്കൊണ്ടിരുന്നോ. ഞാനിവിടെ കിടന്ന് ചാവട്ടെ. ആംബുലൻസ് റെഡിയാക്ക്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം. ശരി സാർ. അവനെ എടുത്തോ സാർ. എനിക്കടാ കേൾക്കും. ജില്ലാ ആശുപത്രിയിലേക്ക് പോയാൽ മതി. ലോക്കൽ സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ശരി സാർ. സൂക്ഷിച്ചു കൊണ്ടുപോകണം. കൊലക്കേസിലെ പ്രതിയാ, അറിയാലോ. നാളെ അല്ലേ തൊപ്പി കാണില്ല. ഞങ്ങൾ നോക്കിക്കോളാം സാർ. സ്റ്റേഷനിൽ പറഞ്ഞാ ഇവന് വിലങ്ങ് കൊണ്ടുവരും. അവിടെ ലോക്ക് ചെയ്തിടാൻ പറ. എന്നത് കൊണ്ടുപോ സാറേ, അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. മിണ്ടായിരടാ. ചത്തൂന്ന് പേടി. എടാ നിന്റെ ഈ അവസ്ഥയെ പറയാൻ പാടില്ലാത്തതാ, എന്നാലും പറഞ്ഞു പോവാ. ഒരു പാവം പിടിച്ച പെണ്ണുമ്പിളെ കൊന്നപ്പോ നിനക്ക് അറിയത്തില്ലായിരുന്നു ജീവന്റെ വില. എടുത്തോട്ട് പോടോ. ശരി സാർ.